പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക. ഏത് നിമിഷം വേണമെങ്കിലും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം എന്നുള്ള മുന്നറിയിപ്പുകളാണ് ഇരു രാജ്യങ്ങളും തരുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും അത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ അത്തരത്തിലൊരു ആക്രമണത്തിന് മുതിർന്നിട്ടില്ല. പക്ഷേ ഏതെങ്കിലും ഒരു രാജ്യം തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കാൻ തന്നെയാണ് തയ്യാറായി നിൽക്കുന്നത്. ഇപ്പോൾ ഖത്തറിലെ പ്രധാന സൈനിക താവളമായ അൽ ഉദൈദിൽ നിന്നും നൂറുകണക്കിന് സൈനികരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് അമേരിക്ക മാറ്റിയതായാണ് റിപ്പോർട്ട്. ഇറാനെതിരെയുള്ള വ്യോമാക്രമണത്തിന് മുന്നോടിയായുള്ള നീക്കമാണിതെന്ന് പ്രതിരോധ വിദഗ്ധരും വിലയിരുത്തുന്നു. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് അമേരിക്കൻ നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനമായ ബഹ്റൈനിലെ സൈനിക കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് സൈനികരെ മാറ്റിയിരിക്കുന്നത്. മേഖലയിൽ ഇറാൻ പ്രത്യാക്രമണത്തിന് മുതിരാനുള്ള സാധ്യത കണക്കിലെടുത്താണ് വാഷിംഗ്ടണിന്റെ ഈ സുപ്രധാന നീക്കം. മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമായ അൽ ഉദൈദിൽ ഏകദേശം 10,000-ഓളം സൈനികരാണ് അവിടെയുള്ളത്. അവരുടെയൊക്കെ തന്നെ ജീവന് ഭീഷണിയാകും എന്ന് കരുതിക്കൊണ്ടാകാം ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം അമേരിക്ക നടത്തിയിരിക്കുന്നത്. പെട്ടെന്നുണ്ടാകുന്ന പ്രത്യാക്രമണങ്ങളിൽ സൈനികർക്ക് അപകടമുണ്ടാകുന്നത് ഒഴിവാക്കാനാണ് പുതിയ പുനർവിന്യാസമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. എന്നാൽ ഇത് യുദ്ധത്തിന്റെ സൂചനയല്ലെന്നും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. അതേസമയം കുവൈറ്റ്, സൗദി, UAE, ഇറാഖ്, സിറിയ, ജോർദാൻ എന്നിവിടങ്ങളിലെ വിവിധ താവളങ്ങളിൽ US സൈന്യം ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കത്തിന് മുതിർന്നാൽ മേഖലയിലെ US താവളങ്ങളും ആസ്തികളും ലക്ഷ്യമാകുമെന്ന് ഇറാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗൾഫ് രാജ്യങ്ങൾ നിലവിലെ സാഹചര്യം അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഇറാനെ നേരിടാൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ അമേരിക്ക വമ്പൻ ആയുധ ശേഖരമാണ് എത്തിച്ചിരിക്കുന്നത്. USS ജെറാൾഡ് ഫോർഡ്, USS അബ്രഹാം ലിങ്കൺ എന്നീ വിമാനവാഹിനി കപ്പലുകളും അവയുടെ സ്ട്രൈക്ക് ഗ്രൂപ്പുകളും ഇറാൻ അതിർത്തിക്കടുത്ത് നിലയുറപ്പിച്ചു. ജോർദാനിലെ മുവാഫക് സാൾട്ടി താവളത്തിൽ 60 വിമാനങ്ങളും 68 കാർഗോ വിമാനങ്ങളും F-35 സ്റ്റെൽത്ത് ജെറ്റുകളും പുതിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഏകദേശം 35,000 സൈനികരെയുമാണ് പുതുതായി വിന്യസിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ജനീവയിൽ നടന്ന ചർച്ചകൾ ഫലം കാണാതെ പിരിഞ്ഞതാണ് സ്ഥിതിഗതികൾ വഷളാക്കിയത്. യുറേനിയം സമ്പുഷ്ടമാക്കുന്നത് ആണവോർജത്തിനാണെന്ന് ഇറാൻ വാദിക്കുമ്പോഴും അവർ ആണവായുധം നിർമ്മിക്കുന്നുവെന്നാണ് US സംശയിക്കുന്നത്. ചർച്ചയ്ക്ക് ഇറാൻ വഴങ്ങുന്നില്ലെങ്കിൽ സൈനിക നടപടി പരിഗണനയിലുണ്ടെന്ന് പ്രസിഡന്റ് ട്രംപ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ട്രംപിന്റെ അടുത്ത അനുയായിയായ സെനറ്റർ ലിൻഡ്സി ഗ്രാഹാം ഇറാനെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തെത്തി. ഇസ്രായേൽ സന്ദർശനത്തിനിടെ അദ്ദേഹം നടത്തിയ പ്രസ്താവന ലോകത്തെ ഞെട്ടിക്കുന്നതാണ്. ഇറാനെതിരായ നടപടിയെക്കുറിച്ചുള്ള തീരുമാനം മാസങ്ങൾക്കല്ല ആഴ്ചകൾക്കുള്ളിൽ ഉണ്ടാകും. അയത്തുള്ള ഒരു മതപരമായ നാസിയാണ്. ലോകത്തെ കുഴപ്പത്തിലാക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഗ്രഹാം നിലപാട് വ്യക്തമാക്കിയത്. യുദ്ധഭീതി ഉയർന്നതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ കയ്യിലാണ്. US ആക്രമണമുണ്ടായാൽ ഈ പാത അടയ്ക്കുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇത് ആഗോള സാമ്പത്തിക രംഗത്തെ തകർക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിക്കെതിരെ പ്രതിഷേധവുമായി കൂടുതൽ വിദ്യാർത്ഥികളും തെരുവിലിറങ്ങുന്നുണ്ട്. ഇതും ഇറാനെ സംബന്ധിച്ച് ആശങ്കകൾക്ക് ഇടയാക്കുന്നു. ഖമേനിക്ക് മരണം സംഭവിക്കട്ടെ എന്നും വേഗം പണി തീർക്കൂ എന്നും മുദ്രാവാക്യം വിളിച്ച് ഷെരീഫ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെ വിദ്യാർത്ഥി പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇറാൻ ഇന്റർനാഷണലിലൂടെയാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. അവിടെ നടന്ന സംഘർഷങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. രാജ്യവ്യാപകമായി നടന്ന ഭരണകൂട വിരുദ്ധ പ്രതിഷേധങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ അനുസ്മരണത്തിനായി ഒത്തുകൂടിയവരായിരുന്നു ഇവർ.
പ്രക്ഷോഭകരെ സംബന്ധിച്ച് ആണവ തർക്കത്തിൽ അമേരിക്ക ഇറാനുമായി ഒത്തുതീർപ്പിലെത്തുന്നതിൽ താല്പര്യമില്ല. ഇറാന്റെ മതഭരണകൂടത്തെ പുറത്താക്കാൻ അമേരിക്ക സഹായിക്കണമെന്നാണ് ആവശ്യം. ഇറാനുമായി തമ്മിൽ കരാറുണ്ടാക്കുന്നത് അനിശ്ചിതാവസ്ഥയിലായ സാഹചര്യത്തിൽ ഇറാന്റെ നേതാക്കളെ വകവരുത്തുന്ന നടപടിയിലേക്ക് അമേരിക്ക പോയേക്കുമെന്നും റിപ്പോർട്ട്. അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ ഖമേനിയെയും മകൻ മുജാബയെയും പുരോഹിത നേതൃത്വത്തിലെ പ്രമുഖരെയും വകവരുത്താനാണ് ട്രംപിന്റെ നീക്കമെന്നും അമേരിക്കൻ മാധ്യമമായ ആക്സിയോസിലാണ് റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ ഒരു തരത്തിലും അണുബോംബ് നിർമ്മിക്കില്ലെന്ന് ഉറപ്പു നൽകിയാൽ ആണവ സമ്പുഷ്ടീകരണം തുടരാൻ ട്രംപ് അനുവദിച്ചേക്കാം. എന്നാൽ വിപരീതമായി സംഭവിച്ചാൽ അമേരിക്ക ക്ഷമിക്കില്ല എന്ന് മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. മിഡിൽ ഈസ്റ്റിൽ 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക വിന്യാസമാണ് അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സൂചന. ഇറാന് പരമാവധി 15 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ടെന്നും അതിനിടെ കരാറുണ്ടാക്കിയില്ലെങ്കിൽ ആക്രമിക്കുമെന്നും ബോർഡ് ഓഫ് പീസ് സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു. ഇറാനെ ആക്രമിക്കാൻ സന്നദ്ധമാണെന്ന് US സൈന്യം വൈറ്റ് ഹൌസിനെ അറിയിച്ചതിനെ തുടർന്ന് പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കനത്തിരിക്കുകയാണ്. US സൈനിക നടപടി ഉണ്ടായാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് UN-ലെ ഇറാൻ സ്ഥാനപതി അമീർ സയ്യിദ് ഇറാവാനി പറഞ്ഞു. UN സെക്രട്ടറി ജനറലിനും രക്ഷാസമിതി അധ്യക്ഷനും അയച്ച കത്തിലാണ് പ്രത്യാക്രമണം നടത്താനുള്ള നിയമപരമായ അവകാശം ഇറാനുണ്ടെന്ന് പറഞ്ഞത്. ഇറാനെ ആക്രമിക്കാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യ ഉൾപ്പെടെയുള്ള ബ്രിട്ടന്റെ താവളങ്ങൾ US-ന് വേണ്ടി വന്നേക്കുമെന്ന ട്രംപിന്റെ സാമൂഹിക മാധ്യമ പോസ്റ്റും കത്തിൽ പരാമർശിച്ചു. US പ്രസിഡന്റിന്റെ ആക്രമണോത്സുക പ്രവർത്തനം വലിയ അപകടത്തിന്റെ സൂചനയാണെന്നും അതിന്റെ പ്രത്യാഘാതങ്ങൾ മേഖലയ്ക്ക് മാത്രമല്ല അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നും ഇറാവാനി പറഞ്ഞു. സൈന്യത്തെ ഉപയോഗിച്ചുള്ള ഇത്തരം നിയമവിരുദ്ധ ഭീഷണികളെ തടയാൻ രക്ഷാസമിതിയോട് ആവശ്യപ്പെട്ടു. സമാധാനപരമായ ആണവ സമ്പുഷ്ടീകരണമാണ് ഇറാൻ കാക്ഷിക്കുന്നതെന്നും നയതന്ത്ര പരിഹാരങ്ങൾക്ക് സന്നദ്ധമാണെന്നും പറഞ്ഞു. അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയാൽ ചിന്തിക്കാൻ പോലും ആകാത്ത തിരിച്ചടി അവർ നേരിടുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഭീഷണി മുഴക്കി. സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേൽ സൈനികർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. 2025 ജൂണിലെ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ കക്ഷി ചേർന്ന അമേരിക്ക ഇറാനെ ആക്രമിച്ചിരുന്നു. മറുപടിയായി ഖത്തറിലെ US-ന്റെ അൽ ഉദൈദ വ്യോമതാവളത്തിലേക്ക് ഇറാൻ മിസൈലും അയച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ എത്രയും വേഗത്തിൽ തന്നെ അൽ ഉദൈദയിൽ നിന്ന് സൈനികരെ നീക്കം ചെയ്യാനുള്ള നടപടികൾ അമേരിക്ക സ്വീകരിച്ചത്. ചൊവ്വാഴ്ച ജനീവയിൽ നടന്ന 2ാം വട്ട ചർച്ചയിലും കരട് രൂപരേഖ തയ്യാറാക്കാനും 3ാം വട്ട ചർച്ചയിൽ അന്തിമ കരാറിന് രൂപം നൽകാനും US-ഉം ഇറാനും തീരുമാനിച്ചിരുന്നു. ഇറാന്റെ ആണവായുധ അഭിലാഷങ്ങൾ തടയാനുള്ള സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി 2003 ഇറാഖ് യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സേനാ വിന്യാസമാണ് US പശ്ചിമേഷ്യയിൽ നടത്തിയിട്ടുള്ളത്. ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ആർ ഫോർഡ് വെള്ളിയാഴ്ച മെഡിറ്ററേനിയനിലെത്തി. എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി ഒരു മാസത്തോളമായി മേഖലയിലുണ്ട്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധ കപ്പലുകളൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഇടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട്.